ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഹീറോമാർ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ഈ ഫോട്ടോത്തിലുള്ള മതിയാണ്. അതുമാത്രമല്ല ഹീറോയും മണ്ഡപത്തിലിരുന്നു. അങ്ങനെയായിട്ട് ഹീറോമാർ നോക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി ഇങ്ങനെ സാഡായിരുന്നു. മോൻസിലൊരു ഹാപ്പി മോദർ സ്മൈൽ ചെയ്തായിരുന്നു ഹീറോയി. അങ്ങനെ ആദ്യനാൾ താണ്ടി കെട്ടാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് എന്ത് ചെയ്യാറില്ലായിരുന്നു. ഹീറോയ്ക്ക് അവിടെ പിടിക്കുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് ഡേ നടക്കാൻ പോയിരുന്നു. നടക്കാൻ പോകുമ്പോൾ ഹീറോമാർക്ക് ഒരുമാതിരിയാവാൻ തുടങ്ങി. എന്താണ് നടക്കുന്നതെന്ന്. ആദ്യം ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ ആദ്യം താലി കെട്ടാൻ പോകുമ്പോൾ താലി കെട്ടുന്ന എങ്ങനെ കൊണ്ടുപോയത് ആശീർവാദിച്ചിരുന്നു. താലീനെ കൊണ്ടുപോയിട്ട് എല്ലാവരുടെ കഴിഞ്ഞാൽ ഇങ്ങനെ പൂവ് എടുക്കാൻ തോന്നുമായിരുന്നു. അപ്പോൾ ഒരു പെണ്ണ് വന്നായിരുന്നു. എന്നെ ഉറച്ചത് പറയാൻ തുടങ്ങി. ഞാൻ ആദ്യം ഏതോ ഷോക്കായി നോക്കി. മണ്ഡപത്തിൻ്റെ ഇരുന്ന് ആദ്യം വെച്ചാൽ അമ്മ ഇരിക്കാൻ പറയും. ഹേമ ഹേമ വന്ന് ആദ്യം കണ്ടത് പളാന്ന് അടിച്ച് ഹേമാനെ അടിച്ച് ഹേമ അടിച്ചങ്ങോട്ട് എല്ലാവരും ഷോക്ക്. അത് മാത്രമല്ല ഹേമൻ്റെ അമ്മയും കല്യാണത്തിൽ വന്നായിരുന്നു. ഹേമൻ്റെ അമ്മയ്ക്ക് അവിടെ അറിയില്ലായിരുന്നു. എന്താടാ നീ കല്യാണം കഴിക്കാൻ പോവാ ഹേമ? അത് എന്താടാ നീ എന്താ ചെയ്തതറിയോ? തിരിച്ചത് അതുമാത്രമല്ല ഞങ്ങളുടെ അച്ഛനും അമ്മയും പോവാ, നീ എന്താടാ എന്നെ കല്യാണം കഴിച്ചത്? നീ എന്താ പ്രിയനെ കല്യാണം കഴിക്കാൻ പോകുന്ന? ഹേമ ദേഷ്യത്തിൽ പറയാൻ തുടങ്ങി. അത് കേട്ട് എല്ലാവർക്കും ഷോക്ക്. എന്ത് കല്യാണം? അതെ അമ്മ. ഹേമൻ്റെ അമ്മേനോട് പറയാൻ തുടങ്ങി. അമ്മ രജിസ്റ്റർ ഓൾറെഡി അങ്ങ് ചെയ്തു തരണം അമ്മ. മാത്രം ഇവൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ബെഡിനിട്ടാണമ്മ. ഇവൻ്റെ കുട്ടിക്ക് അമ്മയാൻ പോവാം. ഇത് പറഞ്ഞു കേട്ട് ഹേമൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ടെൻഷനാവാൻ തുടങ്ങി. അങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ഹീറോയെ മണ്ടകത്ത് എണിച്ച് അവിടെ താലി കെട്ടി. അപ്പോൾ സമാധാനമായി, ഹീറോയ്ക്ക് ജോലിയായി. അങ്ങനെ ആ മണ്ഡപത്തിൽ കല്യാണ ചെക്കനാണ് മണ്ഡപം എല്ലാം റെഡിയാക്കിയതും ചടങ്ങ് ഒന്നും വേണ്ടതെന്ന് എല്ലാവരുടെ വീട്ടിൽ ഫാമിലി പറഞ്ഞു. ഹീറോയി സമാധാനമായി ഹീറോയിൻ ഇരുന്നു. ഇനി ഹീറോമാർക്ക് ശരി ഓക്കെ എന്ന് ഹീറോമാരെ കണ്ണു കതിരുന്നായിരുന്നു. അപ്പം അങ്ങനെ ഹീറോയിൻ്റെ അമ്മ ആരെൻ്റെ മോളെ കല്യാണം കഴിക്കുന്നു സങ്കടത്തിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് പറഞ്ഞത് സാഡായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കല്യാണം അടുക്കത്ത് നടന്നിട്ട് സമാധാനമായി എഴുന്നിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ അമ്മ ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഹീറോയി അവിടെ നിന്ന് പോയി. അങ്ങനെ കുളിച്ച് ഫ്രഷായി സാരി നല്ല വൈറ്റ് സാരി, അതെ എൻഗേജ്മെൻറ്റ് എങ്ങനെ എടുത്തായിരുന്നു അതേ സാരി എടുത്ത് മണ്ഡപത്തിൽ അങ്ങനെയായിട്ട് അമ്പലത്തേക്ക് പോയായിരുന്നു. അമ്പലത്തിൽ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അങ്ങനെയായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയായിട്ട് അങ്ങനെ ഒരാൾ അങ്ങനെ കണ്ണും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ താലി കെട്ടി. ഹീറോയ്ക്കൊന്നും അറിയില്ലായിരുന്നു. നല്ല സിന്തനായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവരും ഷോക്കായിരുന്നു അവിടെ ഉള്ളവരെല്ലാം. ഹീറോയി കണ്ണടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ താലി കെട്ടി. ഇങ്ങനെ താലി കെട്ടി കഴിഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയി കണ്ണ് തുറന്ന് നോക്കി. കണ്ണ് തുറന്ന ഹീറോയ്ക്ക് ഷാക്ക്. ജങ്കുക്ക് സർ? അതെ ജങ്കുക്കായിരുന്നു താലി കെട്ട്. അതും കഴിഞ്ഞു. ഹീറോയി കവുത്ത് നോക്കുക. ഷാക്ക് ഹീറോയ്ക്ക്. ഒരു താല 7 താലി. എന്ത്? ഹീറോ ഷോക്കായി. ഹീറോമാർ സ്മൈൽ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഹീറോയ്ക്ക് ഷോക്കായി അവിടേക്ക് മയങ്ങി വീണു. അയ്യോ എന്ത് പറ്റി വൈഫി എന്ത് പറ്റി? ജെൻ പറയുന്നത് ഇവളെ പേടിച്ചവിടെ മയങ്ങി വീണത്. ശരി നമ്മ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് അവർ കാറിലിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് തണ്ണി ഏർപ്പിച്ച് കണ്ണ് തുറന്നു വെച്ച് ഞാൻ എവിടെ ഉള്ളത്? സാർ നിങ്ങൾ ഞങ്ങൾ തന്നെയാണ് സാർ. എന്തിനാ സാർ കല്യാണം കഴിച്ചത്? ഞങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചത്. നീ സാർ കല്യാണം കഴിച്ചത് എന്ന് ഹീറോയി ടെൻഷനിൽ പറയാൻ തുടങ്ങി. അതൊന്നുമില്ലടി അങ്ങനെ ജാക്കബ് പറഞ്ഞു. വൈഫി അതുമാത്രമല്ല അതെ നിങ്ങളെന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? ശരി ഞങ്ങൾ നിന്നെ 7 പേര് ലവ് ചെയ്തായിരുന്നു. എന്ത് ലവ്വാ? എപ്പോ? ഫ്ലാഷ് ബാക്ക് 7 പേര് പറയാൻ തുടങ്ങി.
അതെ, ഞങ്ങൾക്ക് 7 പേർക്ക് നിന്നെ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഞങ്ങൾ 7 പേര് നിന്നെ ആദ്യമായി കണ്ടായിരുന്നു. നീ എന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം നോക്കുമായിരുന്നു. അതെ, ഞങ്ങൾ നിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങൾ നോക്കായിരുന്നു. 10th, അതെ 10th ഓൾറെഡി നിങ്ങൾ നോക്കിയായിരുന്നു. അങ്ങനെ ആയിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളെന്ത് ബിസിനസ് ട്രിപ്പ് വേണേൽ എൻജോയ് ചെയ്യാൻ വന്നിരുന്ന നിന്നെ ഞാൻ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഏത് സ്കൂൾ പഠിക്കാമെന്ന് ഫോളോ ചെയ്ത് അത് ക്ലാസ്സിൽ ഞങ്ങൾ പ്രൊഫസറായി വന്നിരുന്നു. അത് മാത്രമല്ല എനിക്ക് ഞങ്ങൾ വന്ന പിന്നെ നിങ്ങൾക്ക് ലവ് ലെറ്റർ ഒന്നും വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതെ, അപ്പോൾ അത് അതെ ഞങ്ങളാണ് ചെയ്തത്. അങ്ങനെ ലവ് ലെറ്റർ വന്ന ഹീറോയ്ക്ക് മുമ്പ് ഹീറോമാർ വരുന്ന മുമ്പ് പ്രൊപ്പോസറെല്ലാം വന്നിരുന്നു. ലവ് ലെറ്റർ അതിൽ നിന്ന് ഇപ്പോൾ ഹീറോമാർ എപ്പോൾ വന്ന് അത് പിന്നെ ലവ് ലെറ്ററുമില്ല ഒന്നുമില്ല. ജെയിൻ പറയാൻ തുടങ്ങി, നടന്ന കാര്യമെല്ലാം പറയാൻ തുടങ്ങി. അത് മാത്രമല്ല ഇഫി എനിക്ക് അതിനെ പിടിക്കാതെ അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ അതെ ഇഫേ അതെ. നീ എന്തിനാ സാഡായി? 7 പേർ പറയാൻ തുടങ്ങി. നീ എന്തായാലും ലൈഫ് തന്നെ അത് മമ്മിക്ക് അച്ഛനെ അറിഞ്ഞ പ്രശ്നവും. ഓൾറെഡി എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛനോട് ശ്രമിച്ചാൽ അവിടെ നിനക്ക് കല്യാണം അറിയില്ലായിരുന്നു. ഞങ്ങളോട് സംസാരിച്ചിട്ട് അവിടേക്ക് എത്തിയത്. അങ്ങനെ ഹീറോയിനോട് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ അമ്മ ഫോൺ ചെയ്ത്, മോളെ അമ്മ അതൊക്കെ അമ്മ സാരി ഉടുപ്പിച്ചത്. അതേ മോളെ ഹീറോയ്ക്ക് സാരി ഉടുപ്പിച്ചത്. അതെ, നീ ഞങ്ങൾ തന്ന സാരി ഉടുത്തില്ലായിരുന്നു. എൻഗേജ്മെൻ്റ് തൊട്ട് ആ സാരി എടുത്ത് വന്നതാ. ഞങ്ങൾ എത്ര പറഞ്ഞു നീ കേട്ടേയില്ല. ഇതൊക്കെ അമ്മ നീ സാരി എടുക്ക പറഞ്ഞ. അതെ, അങ്ങനെ അമ്മ മുറച്ചിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോമാരെ കൂടെ എൻജോയ് ചെയ്യാൻ ഇങ്ങനെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹീറോമാർ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഹീറോയിൻ്റെ ഫ്രണ്ട് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. ഇവളെന്താ കോളേജ് ഗ്രാജുവേറ്റ് ആയി പിന്നെ എൻ്റെ വീട്ടിലൊക്കെ ഒന്നും വരുന്നില്ലല്ലോ, എന്ത് പറ്റി ഇവൾ സാഡായിട്ട് വീട്ടിലാണ് ഉള്ളത്. എന്നെ റോസ് വീട്ടിലൊക്കെ എല്ലാവരും വന്നു. റോസിൻ്റെ ബോയ് ഫ്രണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഗേൾസ് വന്നായിരുന്നു. പിന്നെ ഒരു അനു വന്നായിരുന്നു. കുറച്ച് ഗേൾസ് പോയി എന്ന് പറഞ്ഞു പോയി. അനു വന്ന് ഡോർ തുറന്ന് നോക്കി